ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്കിവിടെ കുറച്ച് പോയിന്റുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ഡാറ്റ. Statistics is incapable of revealing all aspects of a problem. Statistical laws lack accuracy. Statistics do not deal with the individual items. Statistics is liable to be misused. Data must be uniform. Too many methods to find a single result. ഇത്രയും ലിമിറ്റേഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ല, ഇതിലധികം ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ഡാറ്റ. രണ്ട് തരത്തിലുള്ള ഡാറ്റയുണ്ട്, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് മെഷറബിൾ, അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കുവാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലായിരിക്കും. ഉദാഹരണമാണ് ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സിന് സാധിക്കില്ല. ഇനി എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ബ്യൂട്ടി, അല്ലെ ഓണസ്റ്റി, കളർ. ഇത് കൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റൂല, ഇതിനെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ ഓണസ്റ്റി നമുക്ക് അളക്കാൻ പറ്റുമോ, അല്ലെ ബ്യൂട്ടി നമുക്ക് സത്യത്തിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇതിനൊക്കെ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലേക്ക് മാറ്റണം, നമ്മൾ റാങ്ക് ചെയ്യണം. ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി റാങ്ക് 1, രണ്ടാമത് സൗന്ദര്യമുള്ള വ്യക്തി റാങ്ക് 2. ഇതൊക്കെ വളരെ സബ്ജക്റ്റീവാ. നമ്മൾ അങ്ങനെ റാങ്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഒരു നമ്പർ, ഒരു ഫിഗർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ സ്റ്റാറ്റിക്സ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ഡീൽ ചെയ്യില്ല, അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യില്ല. അപ്പൊ ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് റിവീലിംഗ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. നമ്മളിപ്പോൾ ഒരു സ്റ്റഡി നടത്തുവാണ്. ആ സ്റ്റഡി നടത്തി കഴിയുമ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യാൻ ആർക്ക് സാധിക്കില്ല? സ്റ്റാറ്റിസ്റ്റിക്സിന് സാധിക്കില്ല. ഉദാഹരണം, നമ്മളൊരു വിദ്യാർത്ഥിയുടെ പഠന നിലവാരത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ആ വിദ്യാർത്ഥിയുടെ പ്രോഗ്രസ് കാർഡ് എടുക്കുകയും അതിലെ മാർക്ക് എടുക്കുകയും അതിനെ പ്രോസസ് ചെയ്യുകയും നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി കഴിഞ്ഞ ഒരു മാസമായിട്ട് ആക്സിഡന്റ് പറ്റി കിടക്കുമായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാര്യമുണ്ട്. ആ വിദ്യാർത്ഥി ആക്സിഡന്റ് പറ്റി കിടക്കുമായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല. നമ്മൾ ചെയ്തത് എന്താ? ആ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് എടുത്തു, കുട്ടിക്ക് കിട്ടിയ മാർക്ക് എടുത്തു, അല്ലെങ്കിൽ അതിനെ പ്രോസസ് ചെയ്തു, ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ഒട്ടും പഠിക്കില്ലാത്ത കുട്ടി. പക്ഷെ അതിന്റെ സത്യസന്ധമായ ഫാക്ട് എന്തായിരുന്നു? ആ കുട്ടിക്ക് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, കുട്ടി ആക്സിഡന്റ് പറ്റി കിടക്കുമായിരുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തുമ്പോൾ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യൂല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് കവർ ചെയ്യുകയുള്ളൂ. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് ലാക്ക് ആക്യുറസി. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങൾക്കും ആക്യുറസി ഇല്ല. ഉദാഹരണം നോക്കാം. ഒരു പ്രദേശത്തെ 4 വ്യക്തികളാണ്, എയും ബിയും സിയും ഡിയും. അവരുടെ ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സഹായത്തോടെ അവരുടെ ആവറേജ് ഇൻകം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് 15,750 രൂപ. ഈ 4 വ്യക്തികളുടെയും ആവറേജ് ഇൻകം, അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആവറേജ് ഇൻകം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് 15,750 രൂപ. പക്ഷെ നിങ്ങൾ നോക്കുക, എയുടെ ഇൻകം വെറും 3000 പക്ഷെ ബിയുടെ ഇൻകം 50,000 സിയുടെ ഇൻകം വെറും 6000 ഡിയുടെ ഇൻകം വെറും 4000. പക്ഷെ നമ്മൾ പറയുമ്പോഴോ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും അല്ലെങ്കിൽ അവരുടെ എല്ലാ ആവറേജ് ഇൻകം എത്രയാണ്? 15,750. ഇത് ആക്യുറേറ്റ് ആണോ, കറക്റ്റ് ആണോ? ഒരിക്കലും കറക്റ്റ് അല്ല. ഇവിടെ ആക്യുറസി ഇല്ല. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് എന്തില്ല, കൃത്യത ഇല്ലെന്ന് പറയാൻ പറ്റും. കാരണം 50,000 ഉള്ളവന്റെയും ആവറേജ് ഇൻകം 15,750, 3000 ഉള്ളവന്റെ ആവറേജ് ഇൻകം ആയിട്ട് കാണിച്ചിരിക്കുന്നത് 15,750. സോ നമുക്ക് പറയാം സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് ലാക്ക് ആക്യുറസി. അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡു നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഒരു ഡാറ്റ മാത്രമല്ല, ഇൻഡിവിജ്വൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ചെയ്യാനില്ല. ഉദാഹരണം, രാജു എന്ന വ്യക്തി, രാജുവിന്റെ സാലറി അത്രയേ ഉള്ളൂ, ഇൻഡിവിജ്വൽ ഐറ്റം വേറെ ഒന്നുമില്ല. അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്സിന്? ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സിന് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡാറ്റ മാത്രം കൊടുത്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഒരു പ്രയോജനമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒന്നും ചെയ്യാനില്ല, പ്രോസസ് ചെയ്യാനില്ല, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഉദാഹരണം പറയാൻ, സാലറി ഓഫ് രാജു 50,000 രൂപയാണ്. അതുകൊണ്ട് എന്തൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? ഒരു കൺക്ലൂഷനും അവിടെ ഇല്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഡിവിജ്വൽ ഐറ്റത്തെ ഡീല് ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലയബിൾ ടു ബി മിസ്യൂസ്ഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടാം, പറ്റുമോ ഇല്ലയോ? എന്റെ ചോദ്യം ഇതാണ്. എങ്ങനെയായിരിക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്? ഓക്കെ, ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ടോപ്പിക് നമ്മൾ കാണുന്നുണ്ട്, ഒരു വീഡിയോ കാണുന്നുണ്ട്, അടുത്ത വീഡിയോയാണ്. ആ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇത്രയും ഓർത്താൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആലോചിച്ച് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്? അടുത്താണ് ഡേറ്റ മസ്റ്റ് ബി യൂണിഫോം. അതായത് ഡേറ്റ യൂണിഫോം ആയിരിക്കണം. ഒരു ഉദാഹരണം പറയാം. ഇൻകം ഓഫ് രാജു ആൻഡ് ഫാമിലി, രാജുവിന്റെയും കുടുംബത്തിന്റെയും വരുമാനം, അതൊരു സെറ്റ് ഓഫ് ഡേറ്റയാണ്. അടുത്ത എക്സ്പെൻഡിച്ചർ ഓഫ് ബിജു ആൻഡ് ഫാമിലി, ബിജുവിന്റെയും ഫാമിലിയുടെയും ചിലവ്. ഈ രണ്ട് കാര്യത്തെ വെച്ച് പഠനം പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റില്ല. ഡേറ്റ എപ്പോഴും എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. ഡേറ്റ എപ്പോഴും യൂണിഫോം ആയിരിക്കണം. രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെങ്കിൽ ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മിക്സ് ചെയ്യാൻ പറ്റില്ല. ഡേറ്റ യൂണിഫോം ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്താണ് ടു മെനി മെത്തേഡ്സ് ടു ഫൈൻഡ് എ സിംഗിൾ റിസൾട്ട്. ഉദാഹരണം, എനിക്കൊരു ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് കണ്ടുപിടിക്കാൻ തന്നെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്, ഹാർമോണിക് മീൻ ഉണ്ട്, ഒത്തിരി, അല്ലെങ്കിൽ മോഡ് ഉണ്ട്, ഒത്തിരി തരത്തിലുള്ള ആവറേജസ് ഉണ്ട്. ഇതിൽ ഏതാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ജോമെട്രിക് മീൻ ആണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്, അല്ലെ ഹാർമോണിക് മീൻ ആണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസ്. അപ്പൊ ഒരേ റിസൾട്ട് തന്നെ കണ്ടുപിടിക്കാൻ, വാല്യൂ കിട്ടുന്ന ഉത്തരത്തിലും ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. കണ്ടുപിടിക്കാൻ ഒത്തിരി മെത്തേഡ്സ് ആണ്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്. ഒരു കാര്യത്തിന് തന്നെ ഒത്തിരി മെത്തേഡ്സ്. അപ്പൊ നമുക്കും സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരും. ഇതിൽ ഏതാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്, ഏത് ആവറേജ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ പല കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി മെത്തേഡ്സ് ഉള്ളത് തന്നെ എന്താ ഒരു ഡ്രോബാക്ക് ആണ്, ലിമിറ്റേഷൻ ആണ് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എല്ലാ ലിമിറ്റേഷൻസും കണ്ടു കഴിഞ്ഞു. ഡസ് നോട്ട് സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്പറുകൾ ഉണ്ടായിരിക്കണം, ഡേറ്റ ഉണ്ടായിരിക്കണം, ന്യൂമറിക്കൽ ഫോമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് അനാലിസിസും കൺക്ലൂഷനൊക്കെ സാധ്യമാകുകയുള്ളൂ. ഇനി ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആയ ബ്യൂട്ടി, ഓണസ്റ്റി, ഇത് കൂട്ട് കാര്യങ്ങൾ, ഇന്റലിജൻസ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ചെയ്യാം, നമുക്ക് റാങ്ക് ചെയ്യാം. ഇപ്പൊ ഇന്റലിജൻസ് വേണ്ടി നമുക്കൊരു എക്സാമിനേഷൻ നടത്തി മാർക്ക് ഇട്ട് റാങ്ക് ചെയ്യാം. ബ്യൂട്ടി ആണെങ്കിലും ജഡ്ജസിനെ വെച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കാം? റാങ്ക് ചെയ്യിക്കാം. അങ്ങനെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി നടത്താം. പക്ഷെ സാധാരണഗതിയിൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ പഠിക്കുവാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത ഇൻകേപ്പബിൾ ഓഫ് റിവീലിംഗ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം, ഒരു സ്റ്റഡി നടത്തുവാൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുവാൻ സ്റ്റാറ്റിസ്റ്റിക്സിന് സാധിക്കുകയില്ല. 3, സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് ലാക്ക് ആക്യുറസി. കൃത്യതയില്ല. നമ്മൾ കണ്ടുപിടിക്കുന്ന റിസൾട്ടിന് കൃത്യതയില്ല. 100% ശരിയാണെന്ന് പറയാൻ പറ്റൂല. ഒരു ഊഹം, ഏകദേശം നമുക്ക് പറയാം ഇതാണ് ഉത്തരം, പക്ഷെ അത് 100% ശരിയായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഡു നോട്ട് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഒരു സിംഗിൾ ഫിഗർ, സിംഗിൾ വാല്യൂ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. സ്റ്റാറ്റിസ്റ്റിക്സിന് അവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും പ്രവർത്തിക്കാനില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലയബിൾ ടു ബി മിസ്യൂസ്ഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് മിസ്യൂസ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ ചെന്നാൽ, അല്ലെങ്കിൽ അറിവില്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ചെന്നാൽ മിസ്യൂസ് ചെയ്യപ്പെടാം. ഡിസ്ട്രസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി കാണുന്നു. ഡേറ്റ മസ്റ്റ് ബി യൂണിഫോം. ഡേറ്റ എങ്ങനെയായിരിക്കണം? യൂണിഫോം ആയിരിക്കണം, ഒരേ പാറ്റേണിലുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനോ പ്രോസസ് ചെയ്യാനോ സാധ്യമല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ വരുമാനം, വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ചിലവ്, ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിക്സ് ചെയ്ത് പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ടു മെനി മെത്തേഡ്സ് ടു ഫൈൻഡ് എ സിംഗിൾ റിസൾട്ട്. ഒരു സിംഗിൾ വാല്യൂ, സിംഗിൾ റിസൾട്ടിന് വേണ്ടി ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഇതിന്റെയും പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ കൺഫ്യൂഷൻ ഉള്ളതാക്കുന്നതാണ്. ഇതൊരു ലിമിറ്റേഷൻ ആണ് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഇതാണ്, എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ് പോയിന്റ് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ടൈം.